ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ CD 110 വണ്ടി. അപ്പോൾ നിലവിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി കയറ്റിയായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ ഇതേപോലെ കിറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്, പുതിയ കിറ്റിട്ടുണ്ട്. അതേപോലെ നമുക്ക് അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബറും കൂടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അത് സൈഡ് ചെറുതായിട്ട് പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് കിടന്ന് ഓടുന്നതോടെ അത് പൊളിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വീൽ ഡാമ്പർ റബ്ബറും അതേപോലെ തന്നെ ചെയിൻ കിറ്റും നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് കൂടി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ബില്ലാകുമ്പോഴത്തേക്കും കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി എടുക്കാം. ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ചെയിൻ ലെങ്ത്തുള്ള മോഡൽ ചെയിനാണ്, താരതമ്യേന വീതി കുറവുള്ള ചെയിനാണ്. മോഡൽ വണ്ടിക്ക് വരുന്നത് ആ മോഡലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ പുതിയ ചെയിൻ ആയതുകൊണ്ട് തന്നെ ഒരു 500 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ചെയിൻ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ചെയിൻ അടിക്കണമെന്നില്ല, പക്ഷേ ചെയിൻ ലൂസായിട്ടുണ്ടാവും. അത് നമ്മൾ നിർബന്ധമായിട്ടും ടൈറ്റ് ചെയ്യണം. പിന്നെ ഓരോ 1000 കിലോമീറ്റർ കൂടുമ്പോഴും ചെയിൻ അടിക്കാൻ നോക്കി നിൽക്കരുത്, ചെയിൻ ടൈറ്റ് ചെയ്തണം. കാരണം ചെയിൻ അടിക്കുമ്പോഴത്തേക്കും ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ട് ഓവർലാപ്പിങ് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് ചെയിൻ കംപ്ലയിൻറ്റിലേക്ക് പോവുക. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ സ്പോക്കറ്റിനൊന്നും യാതൊരുവിധ ഡാമേജും വന്നില്ല, ചെയിനാണ് ഡാമേജ് വരിക. അപ്പോൾ ചെയിൻ ഒരുപാട് ലൂസായിട്ട് കിടന്ന് ഓടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം, കൃത്യമായിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ.